Flywheel, the real adrenal rush begins. Throttle your dream. Flywheel. Power of passion. Flywheel. ഹലോ എവറി വൺ, വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ഫ്ലൈവീൽ. കഴിഞ്ഞ 6 ദശാബ്ദങ്ങളായി ദ ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന മെഴ്സിഡീസ് ബെൻസ് എസ് ക്ലാസ് ഏതൊരു കാർ എന്തൂസിയാസ്റ്റിൻ്റെയും ഡ്രീം ലിസ്റ്റിൽ പെടുന്ന ആദ്യത്തെ ഒരു പേരാണ്. അങ്ങനെയുള്ള മെഴ്സിഡീസ് ബെൻസ് എസ് ക്ലാസിൻ്റെ 2 ജനറേഷൻ മുമ്പുള്ള W140 സീരീസിൽ പെടുന്ന ഒരു വേരിയൻ്റാണ് ഇന്നത്തെ ഫ്ലൈവീലിൽ നിങ്ങൾക്കായി. ഓരോ തവണയും വാഹന ലോകത്ത് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചുകൊണ്ടാണ് മെഴ്സിഡീസ് ബെൻസ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ എസ് ക്ലാസ് നിർമ്മിക്കാറുള്ളത്. ലോകപ്രശസ്ത ഓട്ടോ ജേർണലിസ്റ്റായ BBC-യുടെ ജെർമി ക്ലാക്സൺ പറഞ്ഞിട്ടുള്ളത് 10 കൊല്ലം കഴിഞ്ഞാലുള്ള സാധാരണക്കാരൻ്റെ കാറിലെ ടെക്നോളജി മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ എസ് ക്ലാസ് നോക്കിയാൽ മതി എന്നാണ്. എന്നാൽ ഞങ്ങളിന്ന് നോക്കുന്നത് 10 കൊല്ലം മുമ്പുള്ള എസ് ക്ലാസ്സിലെ ടെക്നോളജിയെക്കുറിച്ചാണ്. W140 സീരീസിൽ പെടുന്ന 7th ജനറേഷൻ എസ് ക്ലാസ്സാണ് ഞങ്ങളിന്നിവിടെ ഫ്ലൈവിലൂടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ടെക്നോളജി, ഇന്നോവേഷൻ, സേഫ്റ്റി, കംഫർട്ട് ഇതെല്ലാം പരിഗണിച്ച് വാഹന ലോകത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് ദ ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ്. കഴിഞ്ഞ 60 വർഷമായിട്ട് ഈ പദവി അലങ്കരിക്കുന്ന എസ് ക്ലാസിൻ്റെ W140 സീരീസിൽ പെടുന്ന S500 ആണ് ഞങ്ങളിന്നിവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഉൾപ്പെടെ ലോക നേതാക്കളുടെയും ഡിപ്ലോമാറ്റ്സിൻ്റെയും സെലിബ്രിറ്റീസിൻ്റെയും ഫസ്റ്റ് ചോയ്സാണ് എന്നും എസ് ക്ലാസ്. അതുകൊണ്ട് തന്നെ എസ് ക്ലാസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസൻസും എലഗൻസും കീപ്പ് ചെയ്തുകൊണ്ടാണ് എന്നും ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ W140 സീരീസിൽ പെടുന്ന എസ് ക്ലാസ് 10 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അത് പുതുമ നിലനിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് അന്നത്തെ റേഞ്ചിൽ വന്നിട്ടുള്ളത്. കാരണം ഇതിൽ വന്നിരിക്കുന്നത് ഫുള്ളും ക്രോം പ്ലേറ്റഡ് സ്ലാക്കോട് കൂടിയുള്ള ഗ്രില്ലാണ്. അതിനോട് ചേർന്ന് 2 റെക്ടാങ്കുലർ ഹെഡ്ലൈറ്റ്സും പിന്നെ അതിന് ചേർന്നിട്ടുള്ളൊരു ബമ്പറുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഹെഡ്ലൈറ്റിൽ തന്നെയാണ് ഫോഗ് ലാമ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബമ്പറിൽ നമുക്ക് ഫോഗ് ലാമ്പില്ല, വെറും എയർ വെൻറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബമ്പറിൻ്റെ മേലെ ക്രോം ബീഡിങ് കൊടുത്ത് പ്രസൻസ് കൂടുതൽ കൂട്ടാനും ഇതിന് ഡിസൈനേഴ്സ് സാധിച്ചിട്ടുണ്ട്. ഒരു ഫുൾ സൈസ് ലക്ഷറി സിഡാനായ എസ് ക്ലാസ് സാധാരണ കോമ്പീറ്റ് ചെയ്യാറുള്ളത് BMW 7 സീരീസിനോടോ ലെക്സസ് LS-നോടുമല്ലായിരുന്നു. എന്നാൽ ഈ 140 സീരീസിന് നേരിട്ട് കോമ്പീറ്റ് ചെയ്തിരുന്നത് റോൾസ് റോയ്സിനോടായിരുന്നു. അന്നത്തെ റോൾസ് റോയ്സ് മോഡലായ സിൽവർ സ്പെറുമായിട്ടായിരുന്നു ഇത് കോമ്പീറ്റ് ചെയ്തത്. അന്ന് സിൽവർ സ്പെർ വാങ്ങിയിരുന്ന ഒട്ടുമിക്ക പേരും സെലിബ്രിറ്റീസ് ആവട്ടെ, ഹൈ പ്രൊഫൈൽ ബിസിനസ്സുകാരാവട്ടെ, എല്ലാവരും തന്നെ ഈ എസ് ക്ലാസ്സിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു പ്രസൻസും പിന്നെ ഇതിൻ്റെ ഡിസൈനും ബോഡി ഷേപ്പും എല്ലാം തന്നെ, പിന്നെ ഒരു മാത്രം അതിൻ്റെ സ്ട്രോങ് ഒരു ബിൽഡ് ലൈക്ക് ടാങ്ക് എന്നാണ് സാധാരണ ഈ എസ് ക്ലാസ്സിനെ എല്ലാവരും പറയാറുള്ളത്. ആ എല്ലാ ക്വാളിറ്റീസും വെച്ചിട്ട് എസ് ക്ലാസ്സിലേക്കുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ കൂടുകയാണ് ചെയ്തത്. പിന്നെ റോൾസ് റോയ്സിൻ്റെ തന്നെ അത്ര തന്നെ സൈസ് ഉണ്ടായിരുന്നു. അന്നത്തെ റോൾസ് റോയ്സിൻ്റെ അത്ര തന്നെ സൈസ് ഉണ്ടായിരുന്നു ഈ 140 സീരീസിന് പെടുന്ന എസ് ക്ലാസ്സിന്. ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള എസ് ക്ലാസ്സിൽ ഏറ്റവും സൈസ് കൂടിയ, വലുപ്പം കൂടിയ എസ് ക്ലാസ്സാണ് ഈ 140 സീരീസിൽ പെടുന്ന എസ് ക്ലാസ്.
ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഓൾമോസ്റ്റ് 5 മീറ്റേഴ്സും പിന്നെ വിഡ്ത്ത് വരുന്നത് ഓൾമോസ്റ്റ് 2 മീറ്റേഴ്സുമാണ്. എന്നാൽ നമ്മളിന്ന് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഷോർട്ട് വീൽ ബേസ് മോഡലാണ്. ഈ മോഡൽ ഇന്ന് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന ഈ മോഡൽ ജപ്പാനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ടെസ്റ്റ് കാർ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശിയും NRI ബിസിനസ്സുകാരനുമായ മിസ്റ്റർ VK സക്കീറിൻ്റെ കാറാണ്. ഇദ്ദേഹം ഈ കാർ വാങ്ങിയിട്ടുള്ള ജപ്പാൻ എംബസിയിൽ നിന്നാണ്. ജപ്പാനിൽ നിന്ന് അബുദാബി ഇമ്പോർട്ട് ചെയ്തിട്ട് കേരളത്തിൽ എത്തിക്കുകയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. എംബസി കാർ ആയതുകൊണ്ട് ഇദ്ദേഹം ഇതിൽ കുറേ ഗാർണിഷിങ്ങും എക്സ്ട്രാ ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. സാധാരണ എംബസി വെഹിക്കിൾസ് വളരെ പ്ലെയിൻ ആയിട്ട് നോർമൽ സ്പെക്ക് പ്രകാരമാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇതിൽ S600 വരുന്ന ഫുൾ ക്രോം പ്ലേറ്റഡ് ഗ്രില്ലും പിന്നെ സൈഡിൽ ക്രോം പ്ലേറ്റിങ്ങും പിന്നെ സൈഡ് മിറേഴ്സിനെല്ലാം ക്രോം പ്ലേറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ഇതിൽ സാധാരണ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നുള്ളത് ഇതിൻ്റെ ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് ആണ്. സാധാരണ ഈ ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് സെമി ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസും കൂടിയായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ചെറിയ ബുള്ളറ്റ്സ് എല്ലാം തന്നെ ഇതിന് തടുക്കാനുള്ള ശേഷിയുണ്ട്. ഇതിന് പുറമെ എംബസി വെഹിക്കിൾസിന് ഇതിനെ റീഇൻഫോഴ്സ് ചെയ്തിട്ടാണ് ഇറക്കാറുള്ളത്. കാരണം ബോഡി ഫ്രെയിം എല്ലാം സാധാരണ ഉള്ളതിനായിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആക്കും. കാരണം കൊല്യൂഷനിലെല്ലാം തന്നെ കൂടുതൽ ഡാമേജ് ഉള്ളിലേക്ക് പറ്റാതിരിക്കാനാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് ഫ്രെയിം എല്ലാം തന്നെ മാക്സിമം സ്ട്രോങ് ആയിട്ടാണ് കമ്പനി ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം അന്ന് ഏറ്റവും അധികം ഡിപ്ലോമാറ്റ്സിനായിരുന്നു ഈ വണ്ടി എയിം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു സൂപ്പർ ലക്ഷറി കാർ ആയതുകൊണ്ട് എല്ലാ ഡയമെൻഷനിലും അതിൻ്റെതായ സൈസും പ്രസൻസും അറിയിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടത്. കാരണം ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്രോം ബീഡിങ്സും അത്ര തന്നെ കൊടുത്തിരിക്കുന്ന ബോഡി ലൈൻസ് എല്ലാം തന്നെ നമുക്ക് അതിൻ്റെ ആ പ്രസൻസ് കൂട്ടുന്ന രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കൂടുതലും ഒരു സ്ക്വയർ ഷേപ്പാണ് എസ് ക്ലാസിന് അന്നത്തെ ഡിസൈനേഴ്സ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ പ്രസൻസ് എവിടെ നിർത്തിയാലും അത് ക്രൗഡിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രസൻസ് ഉള്ളത്. ഈ പുതിയ ഇന്നിപ്പം വരുന്ന എസ് ക്ലാസ്സിലെല്ലാം തന്നെ നമുക്ക് കാണാൻ ഒരു റൗണ്ടഡ് ഷേപ്പാണ്. അത് ഇതായിരുന്നു അതിൽ ലാസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ ലാസ്റ്റ് വന്ന ഡിസൈൻ ഇതായിരുന്നു. അതിൻ്റെ ശേഷം വന്ന എല്ലാം തന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈനായിരുന്നു. ഈ സ്ക്വയർ ഷേപ്പ് ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് ഒരു അഭ്യൂഹമുള്ളത് അടുത്ത ജനറേഷൻ എസ് ക്ലാസ് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ റിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷേ ഒരു ഓൾറൗണ്ട് ഒരു ടെയിൽ ലൈറ്റാണ് ഈ എസ് ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ രണ്ട് സൈഡിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ഒരു റിഫ്ലക്റ്റീവ് ഒരു സ്ട്രിപ്പാണ് ഇതിൻ്റെ റിയറിലുള്ളത്. റിയർ ബമ്പറിലും ഫ്രണ്ട് ബമ്പറിലും എല്ലാം തന്നെ സെൻസർ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സാണ് അതെല്ലാം ഇതിൻ്റെ മുന്നേ വന്നിരുന്ന ഫേസ് ലിഫ്റ്റിന് മുന്നേ വന്നിരുന്ന എസ് ക്ലാസ്സിൽ അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നുണ്ടായിരുന്നത് ഒരു റിവേഴ്സിൽ ഒരു റിവേഴ്സ് ബാസ് എന്ന് പറയുന്ന ഒരു രണ്ട് സ്റ്റിക്കായിരുന്നു. അത് നമ്മൾ സൈഡ് മിറേഴ്സിൽ നോക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് റിവേഴ്സ് ചെയ്ത് ശരിയായ രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ റിവേഴ്സ് ബാർ കൊടുത്തിരുന്നത്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ സവിശേഷതയായിട്ട് പറയാനുള്ളത്. $140 സീരീസിൽ സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുള്ളത് 16-inch അലോയ് വീൽസാണ്. പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡൽ വന്നിട്ടുള്ള ഒരു 10 സ്പോക്കോട് കൂടി ഡിസൈനായിരുന്നു. എന്നാൽ ഫേസ് ലിഫ്റ്റിന് ശേഷം വന്നിട്ടുള്ള ഈ 6 സ്പോക്കോട് കൂടിയിട്ടുള്ള ഡിസൈനാണ്. ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഹൈ പ്രൊഫൈൽ ടയറാണ്. കാരണം കംഫർട്ടാണ് കൂടുതൽ ഓറിയൻറ്റ് ചെയ്യുന്ന ഈ കാർ. അതുകൊണ്ട് തന്നെ ഹൈ പ്രൊഫൈൽ ടയറാണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫിറ്റ് ചെയ്ത 235/60 റബ്ബറാണ്. അത് ഇപ്പം പിരലീഡ ടയറാണ് ഇതിലുള്ളത്. മിഷ്ലിൻ പിന്നെ ഗുഡിയർ എല്ലാം തന്നെ ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രൊഫൈലുള്ള ടയർ ആയതുകൊണ്ടാണ് ആ ഒരു കുഷൻ എഫക്റ്റ് നമുക്ക് ഡ്രൈവിൽ എപ്പോഴും ലഭിക്കുന്നത്. നേരെ മറിച്ച് ഒരു ലോ പ്രൊഫൈൽ ടയർ ആയിരുന്നെങ്കിൽ നമ്മളെ റോഡിൽ പോലത്തുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടുതലൊരു ഹാർഡ് ഡ്രൈവ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് കമ്പനി കൂടുതലും ഒരു അലോയ് ചെറുതാക്കിയിട്ട് ഹൈ പ്രൊഫൈൽ ടയറായിട്ട് പ്രിഫർ ചെയ്തിട്ടുള്ളത്.